ഹലോ ഹലോ സുഖം തന്നെ. സുഖം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അപ്പൊ ഞാൻ ഇന്ന് വന്നതേ ഈ മഹാബലി തമ്പുരാൻ കേരളത്തിൽ വന്നാൽ അദ്ദേഹത്തിന്റെ കൂടെ പഴയൊരു ഡൂപ്പ് നടക്കുമായിരുന്നല്ലോ. അപ്പൊ അങ്ങനെ അദ്ദേഹത്തെ അനുഗമിക്കുന്ന ഒരാളാണ് ഞാൻ. അറിയാം. അപ്പം മഹാബലി തമ്പുരാന് രേണുവിനെ കാണണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്. അപ്പൊ അദ്ദേഹം വന്നിട്ടുണ്ട്. ഇവിടെയോ? എന്നെ കാണാനോ? രേണുവിനെ കാണാനായിട്ട് ഒരു കാര്യം ചെയ്യും, വിളിച്ചോണ്ട് വാ, ഞാൻ അകത്ത് പോയി സദ്യക്കുള്ള പരിപാടി നോക്കട്ടെ. ശരി ശരി. തമ്പുരാനെ, എനിക്കാണെങ്കിൽ ഒരു വിറയിലും ഒരു കയ്യും കാലും വിറയിലും ഒരു ക്ഷീണവും ഒരു നെഞ്ചിരി. നിങ്ങളല്ലേ പറഞ്ഞത് പാതാളത്തിൽ നിന്ന് വന്ന ഉടനെ കാണേണ്ട സെലിബ്രിറ്റിയാണ് ഇവരെന്ന്? കാണണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷെ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് എനിക്കൊരു ഭാഗം ഒരു അണ്ടാളിച്ചത്. ഇത്രയും വലുതായിട്ട് നാട് ഭരിച്ച ഒരാള് എന്തിനാ തമ്പുരാനെ ഇങ്ങനെ നടന്ന് വിറയ്ക്കുന്നത്? ഉണ്ടാ ഉണ്ട്. നമുക്ക് കാണാൻ അകത്തോട്ട് ചെല്ലാൻ പറഞ്ഞ കാര്യം പറ്റുള്ളൂ. റീല് ചെയ്യുന്ന കാര്യമല്ലേ, നമുക്ക് നോക്കാം. കുട ഇവിടെ വയ്ക്കാല്ലേ? വന്നോട്ടെ. എൻ്റെ പൊന്ന് തമ്പുരാനെ, ആ കൊച്ചൊരു പാവമാണ്. നിങ്ങൾ അതിൻ്റെ ഒരു ഫാനാണെന്നൊക്കെ ഉള്ള ഓക്കെയാണ്. 100 പ്രാവശ്യം ഞാൻ ഫാനാണ്. പിന്നെ ഞാൻ പാതാളത്തിൽ മെയിനായിട്ട് കാണുന്ന ഇതല്ലേ, ഞാൻ ഈ ഭൂമി കിടന്ന് കാണുന്നതല്ലേ, ആ കൊച്ചിവിടെ കിടന്ന് ഓടുന്ന കാണുന്നതല്ലേ. ഒന്നുകൊണ്ടും പേടിക്കണ്ട. നമുക്ക് ആ കൊച്ചു ഇത്തിരി ദേഷ്യക്കാരിയാണെന്നൊക്കെ തോന്നുന്നതല്ലേ ഉള്ളൂ. ഉണ്ട്, ഞാൻ അത് കണ്ടിട്ടുണ്ട്. ദേഷ്യപ്പെട്ട് എനിക്ക് അത് കാണുമ്പോൾ വിഷമം. അല്ലല്ല, പാവമാണ്. പൊന്ന് തമ്പുരാൻ എന്തെങ്കിലുമൊക്കെ. ഇപ്പൊ തമ്പുരാൻ എന്താ വേണ്ടത്? എനിക്ക് രേണുവിനെ ഒന്ന് കാണണം, പരിചയപ്പെടണം, ഒരു ഫോട്ടോ എടുക്കണം, പറ്റിയ ഒരു റീലും എടുക്കണം. റീല് ഇഷ്ടം പോലെ ചെയ്യാറുണ്ടല്ലോ. അതാകുമ്പോൾ എൻ്റെ അവിടുത്തെ പാതാളത്തിലെ സോഷ്യൽ മീഡിയ പേജ് കയറും, നിന്ന് കത്തും. അപ്പം എന്തായാലും ഞാൻ കുട്ടി ഇങ്ങോട്ട് വരുന്നുണ്ട്, ഞാൻ വിളിക്കാം. നമ്മൾ ഇപ്പം ഇതൊന്നും ഇല്ലല്ലോ, ചമ്മലൊക്കെ മാറിയില്ലേ? ഒരു വിധം മാറി. രേണു, നമസ്കാരം. പരിചയപ്പെട്ടു. രേണു സുഖമാണോ? രേണു മാമനെ മനസ്സിലായ? പിന്നെ എന്നെ ഇവിടെ തള്ളിയിട്ടിട്ട് പോയേക്കും അല്ലേ പാതാളത്തിൽ? ഞാൻ കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ടായിരുന്നു. കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് എനിക്ക് വരാൻ പറ്റിയില്ല. അവിടെ ലോക്ക്ഡൌൺ ആയിരുന്നു. ഇങ്ങോട്ടുള്ള എൻട്രൻസ് അവർ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു. ഞാൻ സ്ഥിരം വരണം മറ്റേ ഒരു കുഴിയിൽ, അത് മൂടിക്കളഞ്ഞു. അങ്ങനെ വരാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഇവിടെ ഉണ്ടായിരുന്നേനെ. തമ്പുരാൻ എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോ. ഭയങ്കര സന്തോഷം കണ്ടതിൽ. സുഖമായിട്ടിരിക്കുന്നോ? തൊട്ടോട്ടെ. എന്താ തമ്പുരാനെ ഈ എപ്പിസോഡ് വീട്ടിൽ കാണുമ്പോഴത്തേക്കേ പാതാളവും എന്റെ വീടും നിന്ന് കത്തും. അല്ല, റീച്ച് കൊണ്ട് കത്തുന്നു. ഓ അങ്ങനെ. രേണുസുതി അല്ലേ, പാതാളം വരെ റീച്ച് ആകും. സത്യം. എങ്ങനെ കുടുംബമൊക്കെ സുഖമായിട്ടിരിക്കുന്നു? കുഴപ്പമില്ല, സന്തോഷം. കുഞ്ഞു മോൻ എന്തി? അവിടെ ഇവിടെ ഉണ്ട്. മൂത്തയാള് പഠിക്കുന്നല്ലോ, അവനിവിടെ അല്ല. എന്തൊക്കെയാണ് ചെയ്യണം പുതിയ വിശേഷങ്ങള്? നല്ല വിശേഷം, ഇങ്ങനെ പോകുന്നു. പുതിയൊരു ലോട്ടറി അടിച്ചത് ഞാൻ അറിയുന്നു. എനിക്കറിയില്ല. ഓഹോ, പാതാളത്തിലല്ലെങ്കിൽ പെട്ടെന്ന് കേൾക്കുമല്ലോ. നിങ്ങളുടെ ഇവിടുത്തെ ഒരു പഞ്ചായത്തിന് അത്രേ ഉള്ളൂ ടോട്ടൽ പാതാളം. നമുക്ക് വേറെ എന്റർടൈൻമെന്റ് ഒന്നും ഇല്ലല്ലോ. ഇത് കിട്ടും. എപ്പോ തുറന്നാലും എന്റെ മൊബൈൽ ഹാങ് ആയിക്കൊണ്ടിരിക്കണം. രേണു കാരണം എപ്പോഴും ഇങ്ങനെ ആക്കിയ രേണു, ഇങ്ങനെ ആക്കുമ്പോ രേണു, ഇങ്ങനെ ആക്കുമ്പോൾ എപ്പോഴും രേണു. ഇത് കണ്ട് ഞാൻ രേണുവിൻ്റെ അങ്ങ് ഒരു ആരാധകനായി. പിന്നെ പുള്ളി ഇങ്ങോട്ട് വന്നപ്പോഴൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു. പുള്ളിക്കെന്ന് വെച്ചാൽ ഈ രേണു സുധി പിന്നെ റീലുകളിലൊക്കെ ഇത്രയും അഭിനയിക്കുന്നുണ്ടല്ലോ. അപ്പം താഴെ വരുന്ന ഈ നെഗറ്റീവ് കമൻറ്റ് കാണുമ്പോൾ പുള്ളി പറഞ്ഞു എന്താ പറയുക, എനിക്ക് അങ്ങ് വിഷമമാണെന്ന്. കാര്യം എന്നെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് പിന്നെ എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റും. പക്ഷേ അത് രേണു എങ്ങനെ രേണു അത് ഒന്ന് ഫേസ് ചെയ്യുന്ന പുള്ളിക്ക് അത് സത്യം. ഞാനാണെങ്കിൽ എന്നെ ആരെങ്കിലും, ഞാൻ ഇപ്പം തന്നെ ഒരു വീഡിയോ, ഞാൻ എൻ്റെ ഒരു റീല് ഞാൻ മറ്റേ ഇത് അടിച്ചിട്ട് ഞാൻ ഒരു റീൽ ഇടുമ്പോഴത്തേക്ക് അതിൻ്റെ താഴെ വന്നിട്ട് ആൾക്കാർ, ആ പാതാളത്തിലുള്ളവന്മാർ കള്ള പ്രൊഫൈലൊക്കെ ഉണ്ടാക്കിയിട്ട് അവന്മാർ വന്നിട്ട് ഇതിൻ്റെ താഴെ പറയും നിൻ്റെത് അയ്യം, നിൻ്റെ ഡാൻസ് കൊള്ളൂല, നീ പാഴ് കേസ്, നീ മരപ്പാഴെന്നൊക്കെ പറയും. അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്. രേണുവിന് അങ്ങനെ സങ്കടം വരും? രേണു, എൻ്റെ സങ്കടങ്ങളൊക്കെ എന്താ പറയുക, ഒരു പരിധി വരെ തീർന്നെന്നാണ് പറയേണ്ടത്. വേറൊന്നുമല്ല, ഈ ഒരു നെഗറ്റീവ് കമൻസിനോട്. കാരണം നമ്മളെ സംബന്ധിച്ച് ഈ നെഗറ്റീവ് കമൻസ് ഇടുന്ന ആർക്കും എന്നെ വ്യക്തിപരമായിട്ട് അറിയാത്ത ആൾക്കാരാണ്. ഒന്നാമത്തെ കാര്യം അതാണ്. നമ്മളെ അറിയാത്ത ആൾക്കാർ ഒളിഞ്ഞു നിന്ന് നമ്മളെ പറയുന്നതും നേർക്ക് നേരെ നിന്ന് പറഞ്ഞ രണ്ടാണ്. അപ്പൊ ഞാൻ ആലോചിക്കുക, അവരുടെ മാനസികാവസ്ഥ, അവർക്കൊന്നും ആകാൻ പറ്റുന്നില്ല. ഇപ്പം തമ്പുരാൻ പറഞ്ഞ പോലെ മൊബൈൽ തുറന്ന രേണുസുതി, യൂട്യൂബ് തുറന്ന രേണുസുതി, അപ്പുറത്തോട്ട് ഇൻസ്റ്റാഗ്രാം തുറന്ന ഇൻസ്റ്റാഗ്രാം
രേണുഗ്രാം എന്നൊരു പേരുണ്ടോ? അങ്ങനെ ഇട്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു ട്രോള് കണ്ടായിരുന്നു, നമുക്ക് ഇൻസ്റ്റാഗ്രാം മാറ്റി രേണുഗ്രാം എന്നാക്കാന്ന്. അപ്പം എല്ലായിടത്തും ഇങ്ങനെ ഉണ്ടല്ലോ. അപ്പൊ ഇവര് പഠിച്ച പണി 18 നോക്കിട്ട് ഒന്നും പറ്റണില്ല. അതുകൊണ്ടാണ് അവർ ഈ കമന്റ്സ് ഇടുന്നത്. അപ്പൊ നമ്മളതൊക്കെ ഞാൻ എപ്പോഴും പറഞ്ഞില്ല, ഓരോ നെഗറ്റീവ് കമന്റ്സും ഓരോ പൂമാലകളായിട്ട് ഞാൻ സ്വീകരിക്കും. നമുക്കതൊരു പൊൻതൂവലാണ്. ഇപ്പൊ ഞാൻ തമ്പുരാന്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എനിക്ക് സെൻഡ് ചെയ്ത് തരാറുണ്ട്. തമ്പുരാന്റെ മകളെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഫാഷനായിട്ട് പാതാളത്തിൽ നടക്കുന്ന കുട്ടിയാണ്. പാതാളത്തിലെ ഫസ്റ്റ് ഫ്രീ കത്തിയവളാണ്. ആണല്ലേ? ആ ബൈക്ക് ഓടിക്കും, അതുപോലെ തന്നെ പിന്നെ ഇങ്ങനെ കറങ്ങി നടക്കുന്ന റീലുകൾ ചെയ്യും. നല്ലൊരു ഈ കുട്ടിക്ക് നമ്മൾ ഇവിടുന്ന് ഒരു ഭൂമിയിൽ നിന്ന് ഒരു പയ്യനെ ആലോചിക്കുന്നുണ്ട്. നല്ല കാര്യം. കല്യാണത്തിന് വിളിക്കോ ഗസ്റ്റ് ആയിട്ട്? പിന്നെ ഗസ്റ്റ് ആയിട്ട് ഉറപ്പായിട്ടും നിങ്ങൾ എല്ലാവരും ഡാൻസും ചെയ്യണം. ഉറപ്പായിട്ട് ചെയ്യും. ഉറപ്പായിട്ട് ഡാൻസ് ചെയ്യാൻ, പാട്ടും പാടും. പാട്ട് ഇടയ്ക്ക് ഞാനൊരു ആൽബം പാടുന്നതായിട്ട് തമ്പുരാൻ ഒരു ആഗ്രഹം പാട്ട് പാടിയായിരുന്നു. ഒരു പാട്ട് പാടും അതിന്റെ ഒരു തമ്പുരാന് വേണ്ടിയിട്ട്. എനിക്ക് വേണ്ടിട്ട് എനിക്ക് അതൊന്ന് ആ പാട്ടിന്റെ വരി വേണം. വേറെ ഏതായാലും ഇഷ്ടമുള്ള ഒരു പാട്ട് ഓണമല്ലേ? ഓണമായിട്ട് 2 ലൈൻ ഒന്ന് പാടാം. ഓണമല്ലേ? ഇറക്കത്തൊന്നുമില്ല, എന്നാലും ചുമ്മാ പാടാം. അങ്ങനെ പറയും. രേണു സുധി വന്നാൽ തന്നെ അത് എറിച്ചിരിക്കും. കാരണം സോഷ്യൽ മീഡിയയിൽ രേണു സുധി വെറുതെ ആകുന്നതാണോ? തമ്പുരാൻ ഡൈ ഹാർഡ് ഫാനാണ് രേണു സുധി. രേണു സുധിയുടെ ഒരു ഫ്ലെക്സ് ബോർഡിലുള്ള ഫോട്ടോ എടുത്ത് നമ്മൾ ഇട്ട് കഴിഞ്ഞാലും അത് കത്തും. സോഷ്യൽ മീഡിയയിൽ നിന്ന് കത്തും. സോഷ്യൽ മീഡിയക്ക് തീ പിടിപ്പിക്കുന്ന താരമാണെന്നാണ് തമ്പുരാൻ എന്നോട് പറഞ്ഞത്. സത്യം, ഞാൻ അങ്ങനെ തന്നെയാണ് അറിഞ്ഞതും കേട്ടതും കണ്ടതും ഒക്കെ. ഈ ഞാൻ ഭരിക്കുന്ന കാലത്ത് ഞാൻ എല്ലാ പ്രജകളെയും ഒരുപോലെ സ്നേഹിക്കുകയും ഒരുപോലെ കാണുകയും ചെയ്ത ഒരു മനുഷ്യനാണ്. അപ്പോൾ എൻ്റെ ഒരു പ്രജ എന്നുള്ള രീതിയിലും എൻ്റെ ഒരു സഹോദരി എന്നുള്ള രീതിയിലും എൻ്റെ ഒരു മകളെന്നുള്ള രീതിയിലും എനിക്ക് വലിയ ഇഷ്ടമാണ്, നല്ല ബഹുമാനമാണ്. കാര്യം ഒരു കുടുംബത്തിന് വേണ്ടി കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നോക്കാനായിട്ടും മാതാപിതാക്കളുടെ കാര്യങ്ങൾ നോക്കാനായിട്ടും ഓരോരുത്തരും കഷ്ടപ്പെടുന്ന ഒരു യുവതിയാണ്. അപ്പൊ നിങ്ങൾക്ക് എപ്പോഴും നന്മകൾ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പൊ ഒരു പാട്ട് രേണു സുധിയുടെ ഒരു പാട്ട് 2 ലൈൻ പാടാം. ശരി. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി, ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ, പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. രേണു സുധി, ഞാനിപ്പോ രേണു സുധി മനോഹരമായിട്ട് പാടി. നമ്മള് മനസ്സറിഞ്ഞ് നമ്മുടെ കഴിവ് വെച്ച് പാടുകയാണ് തമ്പുരാനെ. ഈ പാട്ട് പാടുമ്പോൾ ഈ നമ്മള് ചില രേണു സുധിക്ക് വ്യക്തമായിട്ട് ഏതെങ്കിലും അക്കൗണ്ടിൽ നിന്ന് അശ്ലീല കമന്റുകൾ വന്നിട്ടുണ്ട്? ഇഷ്ടം പോലെ വരുന്നുണ്ട്. പ്രൊഫൈൽ എനിക്ക് തോന്നുന്നത് കൂടുതൽ പെണ്ണുങ്ങളുടെ അക്കൗണ്ടിൽ നിന്നാണ് തെറിവിളി വരുന്നത്. ഈ പെണ്ണുങ്ങൾ തന്നെയാണോ? രേണു സുധി ഏതിനെങ്കിലും എതിരെ ഒന്ന് ആക്ഷൻ എടുത്തിട്ടുണ്ടോ? ഞാൻ പാതാളത്തിലാണ്. നമുക്ക് നമ്മുടെ പട്ടാളമുണ്ട്, നമ്മുടെ പോലീസുണ്ട് പാതാളത്തില്. എന്റെ ഭാര്യയെ കുറിച്ചോ എന്റെ വീട്ടുകാരെ കുറിച്ചോ എന്നെ കുറിച്ചോ ആരെങ്കിലും ഒരു മോശം കമന്റോ എന്നെ ചീത്തയോ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അന്തസ്സായിട്ട് കൊണ്ടുപോയി ഞാൻ പാതാളം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കും. പരാതി കൊടുത്തിട്ടുണ്ടോ? ഒരു കൂടുതലും ഇങ്ങനെ വ്ളോഗേഴ്സ് ചില നെഗറ്റീവ്സ് ഇട്ട് തുടങ്ങിയപ്പോൾ ഞാനൊരു പരാതി കൊടുത്തായിരുന്നു. അപ്പൊ എന്താ അവരെന്താ പറയുക? കേസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. നടപടി ഉടനെ ഉണ്ടാകും എന്നാണ് വിശ്വസിക്കുന്നത്. നമ്മുടെ നിയമത്തിന്, നമ്മുടെ കേരളത്തില് അല്ലെങ്കിൽ ഈ ഇന്ത്യയിലെ നിയമത്തെ വിശ്വസിക്കുന്നു. അതെ, മാവേലിയെ കണ്ടപ്പോ കേരളം എന്നായിപ്പോയി. രേണു സുധി, ഞാനൊരു കാര്യം ചോട്ടെ. ഇപ്പൊ രേണു സുധി അണ്ണന്റെ വൈഫ് എന്ന നിലയിൽ ഇപ്പം സുധി അണ്ണൻ മരണശേഷമാണ് ഈ കലാരംഗത്തേക്ക് കടന്നു വന്നപ്പം തമ്പുരാന്റെ ഒരു സംശയം എന്നോട് ചോദിക്കായിരുന്നു. രേണു സുധി ഫേമസ് ആയി ഇപ്പോ, അത് അവരുടെ കഴിവ് 100%. മലയാളത്തിലെ ഒരു സിനിമാ സ്റ്റാറിന് കിട്ടുന്ന ഫെമിലിയാരിറ്റി രേണു സുധിക്കുണ്ട്. നിറയെ ഉദ്ഘാടനങ്ങളും പരിപാടികളൊക്കെ വരുന്നുണ്ട്. ഈ പിന്നെ ഉദ്ഘാടനത്തിന് എങ്ങനെയാണ് പിന്നെ രേണു സുധി ഉദ്ഘാടനം തിരഞ്ഞെടുത്തതാണോ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്, അതോ എല്ലാ? ഒരിക്കലും ഇല്ല. നമുക്ക് വരുന്ന ഇപ്പം എന്നെ സംബന്ധിച്ച് ഇപ്പം 2 ഉദ്ഘാടനം മുടങ്ങിപ്പോയിരുന്നു. കാരണം എനിക്ക് ഷോർട്ട് ഫിലിമും ആൽബവും ഡേറ്റ് ഉള്ളത് കൊണ്ട് ഞാൻ അതിന് പോയി. അത് ആദ്യം വിളിച്ചോണ്ട് നമ്മൾ അതിന് പോയി. അപ്പൊ 2 ഉദ്ഘാടനം പോയി. അങ്ങനെ നേരത്തെ ഡേറ്റ് കൊടുത്തത് അതുകൊണ്ട് നമ്മൾ ഷോർട്ട് ഫിലിം ആണെങ്കിലും ആൽബം ആണെങ്കിലും നമ്മളെല്ലാം അഭിനയമായിട്ട് ഞാൻ ഒരേപോലെ. ഇപ്പോൾ ഒരു വലിയ സിനിമ വന്നാലും ചെറിയൊരു ഷോർട്ട് ഫിലിം ആണെങ്കിലും ആദ്യം വിളിച്ച ഷോർട്ട് ഫിലിം ആണെങ്കിൽ ഞാൻ അതിനെ പോകത്തുള്ളൂ. അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. ആദ്യം കൊടുത്ത ഡേറ്റ് വാക്ക് പരിപാലിക്കുക, അതങ്ങനെയാണ് ഞാൻ. രേണു സുധി ഇപ്പൊ ഇങ്ങോട്ട് വന്നപ്പോൾ തമ്പുരാൻ പറഞ്ഞു, രേണു സുധി ഇപ്പം നമ്മൾ പാതാളത്തിൽ നിന്ന് സാമ്പത്തിക സഹായം കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. തമ്പുരാൻ പറയുന്നു സാമ്പത്തികമായിട്ട് സഹായിക്കാം. രേണു സുധിയെ ഓണത്തിന് നമുക്കൊന്ന് സഹായിക്കണം. അപ്പൊ തമ്പുരാൻ ചോദിക്കുന്ന വെച്ചാൽ രേണു സുധിക്ക് ആൽബങ്ങളും അത് ജനങ്ങളും ചോദിക്കുന്നതാണ്, അതിൽ നിന്നും വരുമാനങ്ങൾ കിട്ടുന്നുണ്ടോ എന്നാണ്. വരുമാനങ്ങളും ബിനുചേട്ടാ, എന്നെ സംബന്ധിച്ച് ഇപ്പം ഞാൻ കണ്ടു വളർന്ന, അല്ലെങ്കിൽ വളർന്നെന്ന് പറഞ്ഞാൽ അങ്ങനല്ല, സൂചിച്ചേട്ടനുമായിട്ട് 5-6 വർഷത്തെ പരിചയം, ദാമ്പത്യം മാത്രമേ ഉള്ളൂ. ഇദ്ദേഹത്തെ കണ്ടാണ് ഞാൻ ഈ ഫീൽഡ് മനസ്സിലാക്കിയിട്ടുള്ളത്.
അപ്പം ഇദ്ദേഹം നിങ്ങൾക്ക് എന്നെക്കാളും കൂടുതൽ അറിയാവുന്ന നിങ്ങൾക്കൊക്കെ ഓരോരുത്തർക്കായിരിക്കും. എനിക്ക് കുറച്ചേ അറിയത്തുള്ളൂ ആളെ പറ്റി, ആളുടെ ലൈഫും ആളുടെ കാര്യങ്ങളും. പേയ്മെന്റിന്റെ കാര്യം നിങ്ങൾക്കറിയാവുന്ന ആള് വളരെ കുറച്ച് മേടിക്കത്തേ ഉള്ളൂ. ആളങ്ങനെ പറഞ്ഞൊന്നും മേടിക്കാൻ അറിയത്തില്ല എന്നിട്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ കണ്ടിട്ടുള്ളത് അങ്ങനെയാണ്. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ആളെ കണ്ട് ജീവിച്ചുകൊണ്ട് ഞാനും അധികം പേയ്മെൻ്റ് ഒന്നും വാങ്ങിക്കാറില്ല. വാങ്ങിക്കുന്നത് നമ്മുടെ വീട്ടിൽ ഇപ്പം എനിക്ക് 2 മക്കളുണ്ട്. മക്കളുടെ കാര്യം ഞാൻ നോക്കും. എൻ്റെ പപ്പായും അമ്മയും, പ്രായമായുള്ള അപ്പച്ചനും അമ്മച്ചി, അതായത് അപ്പായും അമ്മയുണ്ട്, അവരെ ഞാൻ നോക്കണം. ഒരു വീട് കഴിയണമെങ്കിൽ എത്രത്തോളം നമുക്ക്, ഞാൻ ഒരാളെ ഉള്ളൂ കഷ്ടപ്പെടാനുള്ളത്. കാരണം പപ്പായ്ക്ക് ജോലിയില്ല, അമ്മയ്ക്ക് ജോലിക്ക് പോകാൻ പറ്റൂല, അമ്മ ഹൗസ് വൈഫാണ്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ നോക്കി ഇപ്പം കിച്ചു മൂത്ത മോൻ 20 വയസ്സുണ്ട്. മോൻ്റെ കാര്യങ്ങളും എന്തായാലും എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ അവനെ നോക്കുന്നുണ്ട്. അവനെ പഠിപ്പിക്കാൻ മാത്രം നമ്മളെ കൊണ്ട് പറ്റുന്നില്ല, ഫ്ലവേഴ്സാണ് പഠിപ്പിക്കുന്നത്. ഒത്തിരി താങ്ക്സ്. അപ്പം എനിക്ക് ഈ ജോലി, ഞാൻ ഒരാൾ ഈ ആൽബവും ഷോർട്ട് ഫിലിമും ഒക്കെ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മുടെ കുടുംബം കഴിയുന്നത്. അപ്പോൾ ഒരുപാടൊന്നും ഞാൻ വാങ്ങിച്ച് കൂട്ടുന്നില്ല. എനിക്കത് സേവ് ചെയ്യാൻ എൻ്റെ ഇല്ല. അത് മനസ്സിലായി. യേശുദാസിന്റെ കൂടെയൊക്കെ പാടിയില്ല? ഇല്ല, യേശുദാസ് അല്ലായിരുന്നു, അഭയകുമാർ ആലപ്പി എന്ന് പറഞ്ഞൊരു സിംഗറാണ്. ദാസേട്ടനാണ്, യേശുദാസ് അല്ല, ദാസേട്ടൻ. ഞാൻ ദാസേട്ടനെന്നാ വിളിക്കാറ്. അദ്ദേഹത്തിന്റെ റീലിലൂടെ വന്നപ്പോഴാണ് രേണുസുതി പുള്ളിയാ പറഞ്ഞത് നോക്കി വെച്ചിട്ട് അന്ന് തൊട്ടാണ് എന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ചാന്ത് കുടഞ്ഞൊരു സൂര്യന്മാർ. അല്ല, ശരിക്കും അതിന് മുന്നേ ഞാൻ കാണുന്നുണ്ട്. ഞാൻ റീൽസുകളിലും ഷോർട്ട് വീഡിയോസിലും ഒക്കെ ഞാൻ അതിനു മുമ്പേ കാണുന്നുണ്ട്. അതിലൂടെയാണ് കുറച്ചുകൂടി ഇഷ്ടമായത്. ഹെയർ കെയർ അതിലൂടെയാ കേട്ടോ. അത് നന്നായിരുന്നു, നല്ല ഒരു ഇതായിരുന്നു. ഹെയർ കെയർ താമസിക്കാൻ തന്നെ കുറെ നാളെ. ഇപ്പൊ പകുതി ഇറങ്ങി വരുമ്പോ അടുത്ത വിഷയം വന്ന് കയറ്റി വിടും. എന്തോ ചെയ്യാൻ, തിരുമേനി അങ്ങ് പാതാളത്തിലും ഞാൻ അങ്ങ് മണ്ടയിലും. എന്തോ ചെയ്യാൻ. തിരുവേനി താഴെയും കുഴപ്പമില്ല, അതിന്റെ ഇടയ്ക്ക് നിൽക്കാൻ ഇദ്ദേഹം ഉണ്ട്. ഇവിടെ അത് ഞാൻ പറഞ്ഞു തന്നത് തിരുമേനിയുടെ മകളെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ലേ, പാതാളത്തിൽ ഭയങ്കര ഫാഷനായിട്ട്. അപ്പൊ രേണുസുതി എന്താണ് ഇവിടെ ഒരു ഫാഷനായിട്ട് നമ്മുടെ ഇഷ്ടത്തിന്, ഒരു പെൺകുട്ടിയുടെ ഇഷ്ടത്തിന് ഡ്രസ്സ് ഇട്ടാൽ എന്താ ഇവിടെ, അതെന്താണ്? നമ്മൾ ആദ്യമേ അതിന്റെ കുറച്ച് കമന്റ്സ്, അതായത് രേണുസുതിനെ ആദ്യം പ്രേക്ഷകർ കണ്ടു തുടങ്ങുമ്പോൾ നോർമൽ ഡ്രസ് കോഡായിരുന്നു, ഒരു സാധാരണ പെൺകുട്ടിയായിരുന്നു. പോകെ പോകെ രേണുസുതി കുറച്ചും കൂടെ മോഡേൺ ആയിക്കൊണ്ടിരിക്കുന്നു, മോഡേൺ വസ്ത്രങ്ങൾ ധരിക്കുന്നു, മോഡേൺ ആയിട്ട് ലുക്ക് അപ്പിയറൻസ് മാറ്റുന്നു. അത് സാധാരണ നാട്ടില് എല്ലാ പിള്ളേരും ചെയ്യുന്നത് തന്നെയാണ്. എന്തുകൊണ്ടാണ് രേണുസുതി ചെയ്യുമ്പോൾ മാത്രം? രേണുസുതിക്ക് എന്താ കൊമ്പുണ്ടോ? അതാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ അതിനെക്കുറിച്ച് എന്താ രേണുസുതി അഭിപ്രായം? ഒരു പെൺകുട്ടി എങ്ങനെ, ഏതൊരു പെൺകുട്ടിക്കും ഇപ്പം എന്താ പറയാ, അവർക്ക് അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളുണ്ടല്ലേ. പിന്നെ വ്യക്തി സ്വാതന്ത്ര്യം, അതും വ്യക്തി സ്വാതന്ത്ര്യമാണ് വസ്ത്രം. നമ്മുടെ ഇഷ്ടം നമ്മൾ ഇടുന്നു. ഇനിയിപ്പം അത് എന്താ പറയാ, എന്നെ സംബന്ധിച്ച് ഇപ്പൊ ഒരു ഫോട്ടോഷൂട്ട്, ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം എല്ലാം പ്രശ്നം നടന്നത് വയറ് കാണിക്കുന്നു, അങ്ങനെ കാണിക്കുന്നു, ഫോട്ടോഷൂട്ടിനാണ് അതാണ് പ്രശ്നം. സ്ട്രെസ്സിന്റെ കാര്യം അതാണ് തുടങ്ങിയത്. അത് എനിക്ക് ആ ഫോട്ടോഷൂട്ട്, ഞാനൊരു ഇപ്പം പറഞ്ഞ പോലെ സുധിച്ചേട്ടൻ്റെ മരണശേഷം ചില കുറച്ച് അറിയപ്പെടുന്ന ഒരു ചെറിയ ആർട്ടിസ്റ്റാണ് ഞാൻ. അങ്ങനെ തന്നെ ചെറിയൊരു ആർട്ടിസ്റ്റാണ് ഞാൻ. അപ്പം എന്നെ സംബന്ധിച്ചിപ്പം ഫോട്ടോഷൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് കംഫർട്ടുള്ള വേഷമാണ് ഞാനത് ഇടുന്നത്. എനിക്കത് ഒട്ടും ചേരത്തില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇടത്തില്ല. പക്ഷെ അത് കാണുന്നവരുടെ കണ്ണിലാണ് ഈ പ്രശ്നങ്ങൾ. അവർക്കൊരിതുണ്ട് മനസ്സിൽ. ചില ടിപ്പിക്കൽ മലയാളീസിന് ഒരു ഇതുണ്ട്, കുലസ്ത്രീ, അവരുടെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ ഇരിക്കണം, വെള്ളസാരി എടുത്തുകൊണ്ട് നടക്കണം. ഇതിനൊന്നും എന്നെ കിട്ടുന്നില്ല. ഇവിടെ ഈ ഫോട്ടോയുടെ മുന്നേ 24 മണിക്കൂർ സൂചിച്ചേട്ടാന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ പറയുന്നവർക്കെല്ലാം ഇഷ്ടപ്പെടും, സന്തോഷമാകും. പക്ഷെ എന്റെ ലൈഫ് പോവും അതോടുകൂടി. സുധിച്ചേട്ടനും അത് വിഷമവും, ഞാൻ എപ്പോഴും കരഞ്ഞോണ്ടിരുന്ന. അപ്പൊ പിന്നെ എനിക്ക് ഇഷ്ടമുള്ള കാര്യം ഞാൻ ചെയ്യുക. ഞാൻ ആരുടെയും കുടുംബത്തിൽ പോയി ദ്രോഹിക്കാനോ മോഷ്ടിക്കാനോ ആരുടെയും തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കാനോ ഒന്നും ഞാൻ പോകുന്നില്ല. ഞാൻ എൻ്റെ ലൈഫ്, എൻ്റെ പാഷൻ, ഞാൻ ഒരു ഭാഗത്തോടെ ഒതുങ്ങി ജീവിക്കുന്നു. അഭിനയം പാഷനാണോ? അഭിനയം ആദ്യം പാഷനല്ലായിരുന്നു മഹാബലി. ആദ്യം എനിക്ക് ഒരു ജോലി പോലെയാണ് ഞാൻ കണ്ടത്. കാരണം അന്നൊന്നും ഒരു വരുമാനം ഇല്ലാതിരിക്കുമ്പോഴാണ് ചെറിയ ഫിലിം ഇതൊക്കെ ചെയ്യണത്. അപ്പോൾ അതെൻ്റെ ജോലിയായിരുന്നു. കാരണം ചേട്ടനുള്ള സമയത്ത് ഒരു 10 രൂപയുടെ ആവശ്യമോ അല്ലെങ്കിൽ ഒരു ടെൻഷനോ എനിക്കില്ലായിരുന്നു. അദ്ദേഹം എല്ലാ കാര്യവും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. മക്കളെയും വൈഫിനെയും അല്ലെങ്കിൽ കുടുംബത്തിനെയും നന്നായിട്ട് എന്നെക്കാളും കൂടുതൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും, നോക്കുന്ന ആളായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ പെട്ടെന്നുള്ള വേർപാടിന് ശേഷം ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുമ്പോഴാണ് ഇങ്ങനൊരു അവസരങ്ങൾ വരുന്നത്. അപ്പം ഞാൻ ജോലിയായിട്ട് കണ്ടതാണ്. പക്ഷെ ഇന്ന് എനിക്കത് ഒരു പാഷനും കൂടെയാണ്, സന്തോഷം. അതുപോലെ കൊച്ചിൻ സംഗമിത്രയുടെ നാടകത്തിലൂടെയാണ് ഞാൻ നാടകാഭിനയത്തെ കുറിച്ച് മഹാബലി പറഞ്ഞു. ഈ നമ്മുടെ സിനിമയും നാടകവും തമ്മിൽ അഭിനയിച്ച് നോക്കിയപ്പോൾ എന്താ രേണുസുതിക്ക്? എനിക്ക് നാടകം ഭയങ്കര ഇഷ്ടമായിരുന്നു, അഭിനയിക്കാൻ ലൈവായിട്ട് പെർഫോം ചെയ്യുമായിരുന്നു. അപ്പം എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം സിനിമ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ക്യാമറയ്ക്ക് കട്ട് ചെയ്യാം, അല്ലെ, സ്ക്രീനിലാണ്. പക്ഷെ നാടകം തന്നെ ലൈവാണ് ചെയ്യേണ്ടത്. ഞാൻ നമ്മളത്ര വലിയ നാടക അഭിനേതാവൊന്നും അല്ല, എങ്കിൽ പോലും വലിയൊരു സമിതിയായ കൊച്ചിൻ സംഗമിത്ര എന്നെ ഒരു നാടകത്തിലേക്ക് വിളിച്ചു. അതിൽ സതീഷേട്ടൻ വിളിച്ചു, സംഗമിത്ര സാറ് വിളിച്ചു. അതിൽ അഭിനയിക്കാൻ പറ്റിയതും ഒരു 50ഓളം സ്റ്റേജ് മുന്നോട്ട് പോയതും ഒക്കെ ഒരുപാട് സന്തോഷം.
നന്ദി. ഇപ്പോഴും ആ നാടകം ഉണ്ടോ? ഇല്ല, അത് കംപ്ലീറ്റ് ആയിരുന്നു, എഗ്രിമെന്റ് കഴിഞ്ഞായിരുന്നു. ഇനി പുതിയ നാടകത്തിലേക്ക് അവര് വിളിച്ചായിരുന്നു, പക്ഷെ നമ്മൾ ഈ ഒരു 1.5 വർഷം ഞാൻ ഈ നാടകത്തിലേക്ക് ഇല്ലെന്ന് അറിയിച്ചേ. ഒരു ബ്രേക്ക് എടുക്കുക. അപ്പൊ വാർഷികത്തിന് എന്തെങ്കിലും പാതാളത്തിൽ പാതാളത്തിൽ എന്തെങ്കിലും നമ്മുടെ ഓണപരിപാടികൾ അതുപോലുള്ള ക്രിസ്മസ് പരിപാടികൾ എല്ലാം അവിടെ ആഘോഷിക്കാറുണ്ടല്ലോ. നാടകമുണ്ട്. പിന്നെ എനിക്ക് സ്വന്തം ട്രൂപ്പില്ലേ? പിന്നെ എനിക്ക് അവിടെ സ്വന്തം ട്രൂപ്പുണ്ട്. ഞാൻ ഗസ്റ്റ് പ്ലേ ചെയ്യാനായിട്ട് വിളിക്കും. ഒരു ക്യാരക്ടർ ടിക്കറ്റും ബാക്കി വിസ എല്ലാം ഞാൻ എടുത്ത് കൊടുക്കും. അദ്ദേഹം വഴി ഞാൻ അവിടെ നേരെ തള്ളി വിട്ടാൽ മതി, ഇങ്ങോട്ട് എത്തിക്കോളും. കുഴി നോക്കിട്ട് ഞാൻ കയറി വരുന്ന കുഴിയില്ല, അത് നോക്കിയിട്ട് ഏതായാലും മോളിലല്ലേ, താഴോട്ട് വന്നോളും ഉറപ്പായി. ഇദ്ദേഹത്തിന്റെ കോമഡികളൊക്കെ നമ്മൾ TV ചാനലുകളിലും സിനിമകളിലും ഒക്കെ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഹ്യൂമർ സെൻസും അദ്ദേഹത്തിന്റെ ഒരു ടാലന്റും ഒക്കെ രേണു സുധീനെ അഭിനയത്തിലും താങ്കളുടെ ഈ വ്യക്തി ജീവിതത്തിലും ഒക്കെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ടോ? ആ ഒരു ഹ്യൂമറസ് ആയിട്ടുള്ള ഇദ്ദേഹം എന്താ പറയാ, ഷൂട്ട് ഇല്ലാത്തപ്പോ നമ്മുടെ കൂടെ തന്നെയാണ്, വീട്ടിൽ തന്നെ ആൾക്ക് എപ്പോഴും കുഞ്ഞുങ്ങളുമായിട്ട് കളി, പിന്നെ കറി വെക്കാൻ സ്പെഷ്യൽ വെക്കണം, ഇതൊക്കെയാണ്, കുക്കിംഗ് ഒക്കെയാണ് ആളുടെ. അപ്പം ആള് ഇടയ്ക്കിടയ്ക്ക് തമാശ പറഞ്ഞുകൊണ്ടിരിക്കും. വല്ലപ്പോഴുമാണ് സീരിയസ് ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. ദേഷ്യപ്പെട്ട് എന്തെങ്കിലും ഫുഡ് കഴിക്കാതൊക്കെ വരുമ്പോ തന്നെ നല്ല കലിപ്പാവും. ആവട്ടെ ഇങ്ങനെ ഒരു വിളിയുണ്ട്, അല്ലാതെ ആവട്ടെ ഇങ്ങനെ. അപ്പം രണ്ടും രണ്ട് വിളിയാണെങ്കിൽ ആള് നല്ല കോമഡിയാണ്, എപ്പോഴും കോമഡി അടിച്ചൊക്കെ ഇരിക്കും. പുള്ളി ഒരുപാട് സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിച്ചിരുന്ന ഒരാളായിരുന്നു അല്ലെ? ഒരുപാട് സൗഹൃദ വലയങ്ങൾ അദ്ദേഹത്തിന് ഒരുപാട് കേട്ടിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ പേര്, നിങ്ങളുടെ അല്ല സോറി മഹാബലിയുടെ അല്ല, നിങ്ങളുടെയൊക്കെ പേര് പല പ്രാവശ്യം അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുമുണ്ട്, ഞാൻ അങ്ങനെ കേട്ടിട്ടുമുണ്ട്. പക്ഷെ ഇപ്പോഴാണ് ഞാൻ ചേട്ടനെ ഞാൻ ചോദിച്ചോട്ടെ, അപ്പൊ അന്നുണ്ടായിരുന്ന സൗഹൃദ വലയങ്ങളിൽ ഒരുപാട് പേര് അദ്ദേഹത്തുമായിട്ട് അടുത്ത് നിൽക്കുന്നവർ, ഒരുമിച്ച് യാത്ര ചെയ്യുന്നവർ, ഒരുമിച്ച് പ്രോഗ്രാം ചെയ്യുന്നവർ, ഒരുമിച്ച് ഷോ ചെയ്യുന്നവർ, ഒരുമിച്ച് ചാനൽ പരിപാടി ചെയ്യുന്നവർ, അങ്ങനെയുള്ള ഒരുപാട് ആത്മാർത്ഥ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്ന ഒരാളാണ് അദ്ദേഹം. ഇപ്പോഴും അങ്ങനെയുള്ള സൗഹൃദങ്ങളൊക്കെ നിങ്ങളെ വിളിച്ചൊരു നല്ല വാക്ക് പറയാനോ, എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോഴത്തേ ഞാൻ ഇത് കണ്ടിരുന്നു, നന്നായിരുന്നു, അല്ലെങ്കിൽ അത് മോശമായിരുന്നു, അങ്ങനെ ചെയ്യരുത് എന്ന് ഉപദേശിക്കാനോ, ഒരു ജ്യേഷ്ഠൻ്റെ സ്ഥാനത്ത് നിന്നോ ഒരു ചേച്ചിയുടെ സ്ഥാനത്ത് നിന്നോ അങ്ങനെയൊക്കെ ആരെങ്കിലും ഒക്കെ ഇപ്പോഴും ഇല്ല? എല്ലാവരും തിരക്കായോണ്ടായിരിക്കും. നോബിച്ചേട്ടൻ വല്ലപ്പോഴും തിരക്കാറുണ്ട്. നോബിച്ചേട്ടൻ നോബിച്ചേട്ടൻ വല്ലപ്പോഴും തിരക്കാറുണ്ട്. പിള്ളേരൊക്കെ എന്ത് ചെയ്യും, സുഖമായിട്ടിരിക്കുന്നു, വല്ലപ്പോഴും തിരക്കാറുണ്ട്. പിന്നെ ബിനു ചേട്ടന്റെ വൈഫ് വല്ലപ്പോഴും അത് അദ്ദേഹത്തിന് അതെ ഇവരാണ് വിളിക്കുന്നത് വല്ലപ്പോഴും, സ്ഥിരമായല്ല, അവരൊക്കെ വല്ലപ്പോഴും. ബാക്കിയുള്ളവരൊക്കെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഈ പിന്നെ മഹാബലി ചോദിച്ചു, എൻ്റെ മക്കള് എല്ലാം പുള്ളി ചോദിച്ച് മനസ്സിലാക്കി. അപ്പം ഇളയ മകൻ കൂടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പൊ കിച്ചു, അപ്പൊ എല്ലാവരും ചോദിക്കുന്നത് കിച്ചു എന്താണ് കൊല്ലത്ത് എന്താണ് കിച്ചു കൊല്ലത്ത്? കിച്ചുവിനെ 13 വയസ്സ് തൊട്ടേ എനിക്കറിയത്തുള്ളൂ. അതിന് മുന്നത്തെ കിച്ചു അവൻ അവിടെയല്ലേ ജനിച്ചു വളർന്നത്. പിന്നെ അവൻ വലിയ കുട്ടിയായി 18 വയസ്സ് വരെ എന്തായാലും ഞാൻ 13 തൊട്ട് 18 വയസ്സ് വരെ ഞാനും സൂചിച്ചുകൊണ്ട് ഒരുമിച്ചാണ് അവനെ നോക്കിയതും വളർത്തിയതും അല്ലേ, എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പം അവൻ പ്രായപൂർത്തിയായുള്ളൊരു കുട്ടിയാണ്. അപ്പം കുട്ടിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് കൊല്ലത്താണ് അവർ അഡ്മിഷൻ എടുത്തു കൊടുത്ത ഫ്ലവേഴ്സ്. പിന്നെ കൊല്ലത്ത് അവരുടെ അച്ഛൻ്റെ വീട്ടിലാണ് അവൻ. അപ്പോൾ സന്തോഷത്തോടെ അവൻ നിൽക്കുന്നു. അല്ലാതെ ഇത് അവൻ്റെ വീടാണ്, അവൻ്റെയും ആ കുഞ്ഞിൻ്റെയും വീടാണ്. അപ്പം അവൻ എപ്പം വേണമെങ്കിലും ഇവിടെ വരാം, അവൻ്റെ വീടാണ്, അവൻ്റെ സ്വാതന്ത്ര്യമാണ്. അവൻ പഠിക്കുന്ന കൊണ്ട്, ആ ദൂരം ഉള്ളതുകൊണ്ട് അവിടെ നിന്ന് പഠിക്കുന്നു. ഈ സുധിച്ചേട്ടൻ ജീവിച്ചിരുന്ന സമയത്ത് നിങ്ങൾ സന്തോഷമായിട്ടും ഇപ്പം രേണു സുധി ഇപ്പം നന്നായിട്ട് ഫേമസ് ആയി പോയ ഇപ്പോഴും കുറച്ച് പേര് ഇങ്ങനെ സുധി ചേട്ടന്റെ ആളാണെന്ന് പറഞ്ഞുകൊണ്ട് അതെന്താണ് അവര് അങ്ങനെ വരുന്നതിന് അവരറിയാമോ? അവര് ആർക്കെങ്കിലും അറിയാമോ? ഞാൻ ആരെയും നേരിട്ട് കണ്ടിട്ടില്ല, നിമിഷം വരെ കണ്ടില്ല. എന്നെക്കാട്ടിലും കൂടുതൽ അറിയാവുന്ന ചിലപ്പോൾ സുധിച്ചേട്ടനായിരിക്കും. അതിലും കൂടുതൽ അറിയാവുന്ന പല സുഹൃത്തുക്കൾ കാണും, പഴയ അവരുടെ വീട്ടുകാർ. നമുക്കറിയില്ലല്ലോ, അറിയാത്ത കാര്യം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട്. കാരണം എല്ലാവർക്കും പാസ്റ്റ് ലൈഫ് ഉണ്ട്, എനിക്കും ഉണ്ടായിരുന്ന പാസ്റ്റ് ലൈഫ്, സുധിച്ചേട്ടനും ഉണ്ട്. നമ്മൾ അതിനകത്ത് ചെകഞ്ഞ് നോക്കേണ്ട കാര്യമില്ല. അദ്ദേഹം പറഞ്ഞ എന്താണോ അത് നമുക്ക് അറിയത്തുള്ളൂ. അപ്പൊ ഞാൻ പറയുന്നത് എന്താണോ അദ്ദേഹത്തിന് അറിയത്തുള്ളൂ. ഞങ്ങൾ രണ്ടും പുതിയതായിട്ട് എന്താ പറയാ സന്തോഷമായിട്ട് ജീവിതം തീരുമാനിച്ച് ഇവിടം വരെ എത്തി. അന്നേരമാണ് ആ കാലത്തെ ആള് പോയത്. ആ ജീവനോടുള്ളപ്പോൾ ഇങ്ങനെ ഒരു കുമ്പളകൾ പൊട്ടിമുളച്ച് ഇങ്ങനെ ഓരോരുത്തർ വന്നിരുന്നെങ്കിലെങ്കിലും നമുക്ക് പറയാൻ ഒരാളുണ്ടായിരുന്നു ജീവനോട്. ഞാനല്ലല്ലോ ഇതിന്റെ ആളുടെ പുതിയ ആൾക്കാരാന്ന് പറഞ്ഞാൽ വരുന്നത്. അപ്പൊ അദ്ദേഹം ജീവനോടുണ്ടായിരുന്നെങ്കിൽ വന്നെങ്കിൽ ഒരു അന്തസ് ഉണ്ടായിരുന്നെന്ന് ഞാൻ പറയുന്നു, ആരാണേലും എന്താണേലും. പക്ഷെ ഇദ്ദേഹം മരണപ്പെട്ടിട്ട് 2 വർഷം കഴിഞ്ഞു. ഇപ്പോഴതാണ് 2 വർഷം കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ ചടങ്ങുകളും പൂർത്തീകരിച്ചു, എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്താണ് പറയേണ്ടത്? നിങ്ങൾ തന്നെ മഹാബലി ആരുടെയും പക്ഷം നിൽക്കണ്ട, ആരുടെയും ഒന്നിന്റെയും പക്ഷം നിൽക്കണ്ട. നിങ്ങൾ കേരളത്തിൽ എല്ലാവരും ഒരുപോലെ കാണുന്നൊരു തമ്പുരാനാണ്. അപ്പം ഇങ്ങനൊരവസ്ഥ ഞാൻ എന്ത് ചെയ്തു, ഞാൻ എന്ത് തെറ്റാണ് ഈ പറയുന്ന വ്യക്തികളുടെ ഒരു പേര് പോലും ഒരു സോഷ്യൽ മീഡിയയിൽ ഞാൻ ഇന്ന് വരെ വന്ന് പറഞ്ഞിട്ടുമില്ല. എനിക്ക് പറയാനൊട്ട് ആഗ്രഹമില്ല, ഞാനൊട്ട് പറയുന്നുമില്ല. പക്ഷെ ഈ വ്യക്തികൾ തന്നെ എൻ്റെ പേര് പല പ്രാവശ്യവും എടുത്തിടുന്നുണ്ട്. ചെയ്തോട്ടെ, പക്ഷേ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇദ്ദേഹത്തെ പുനർജീവിപ്പിച്ചു കൊണ്ടൊന്ന് മുന്നോട്ട് നിർത്താനുള്ള കഴിവ് എനിക്കില്ല.
അല്ലെങ്കിൽ പിന്നെ ഇദ്ദേഹം ഉണ്ടാക്കി തന്ന സ്വത്തുക്കൾ ഒരു സ്വത്തുക്കളും ഉണ്ടാക്കി തന്നിട്ടില്ല, അദ്ദേഹം പോയതെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ എന്താണ് ഞാൻ ചെയ്ത കുറ്റം? ഇദ്ദേഹത്തിന് 2 മക്കളുടെ അമ്മയായിട്ട് ഞാൻ ജീവിക്കുന്നു. അതുപോലെ ഇദ്ദേഹത്തിലൊരു കുഞ്ഞും എനിക്കുണ്ടായി. ആ കുഞ്ഞിൻ്റെ കൂടെയാണ്, ആ കുഞ്ഞു മക്കളെ നോക്കിയാണ് ഞാൻ ജീവിക്കുന്നത്. ഇനി എന്താണ് ഞാൻ ചെയ്ത തെറ്റ്? സമൂഹം പറഞ്ഞോളൂ, മനസാക്ഷി ഉള്ളവർ പറഞ്ഞോളൂ, ഞാൻ എന്താണ് തെറ്റ് ചെയ്തത്? അല്ല, അത് മഹാബലി പറഞ്ഞല്ലോ, തമ്പുരാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. അതിനാണല്ലോ രേണുവിനെ കാണാനായിട്ട് തമ്പുരാൻ ഇങ്ങനെ കാണണം. പിന്നെ കടുത്ത ആരാധകനാണ് രേണുസുതിയുടെ, ഒരു റീല് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ തമ്പുരാനെ നമുക്ക് പിന്നെ പുള്ളിക്കാര് ചോദിക്കൂ, തമ്പുരാൻ രേണു ഞാൻ ചോദിച്ചോട്ടെ, ഈ നാടകത്തിന്റെ കാര്യം പറഞ്ഞല്ലോ, സംഘമിത്രയിലെ നാടകം, ആ നാടകം കളിച്ചു കഴിഞ്ഞു. ആ നാടകത്തിൽ അഭിനയിച്ച കഥാപാത്രത്തിന്റെ പേരെന്തുവായിരുന്നു? മായ. ഈ മായയുടെ എന്തെങ്കിലും ഒരു ഡയലോഗോ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് എൻ്റെ പാതാളം ടെലിവിഷനിൽ? നിങ്ങളെ പാതാളംകാർ ചാനലല്ലേ വന്നല്ലേ, പാതാളം ചാനൽ. ഓക്കെ. അപ്പം ചാനലിന്റെ തന്നെ ഒരു ഡയലോഗ് അതിനകത്തുണ്ട്, ജസ്റ്റ് ഒന്ന് പറയാം. അഭിനയിക്കുന്നൊന്നുമില്ല, പറഞ്ഞു നോക്കാം, പറ്റുന്ന പോലെ പറയും. ഇങ്ങനെ വരുവാണെങ്കിൽ വന്നോട്ടെ അഭിനയം. ഓക്കെ. ചാനൽ കോടതി മുറികളിൽ നീയൊക്കെ ഇരുന്ന് നടത്തുന്ന വിചാരണകളാണല്ലോ ഇപ്പൊ പലരുടെ ജീവിതം തീരുമാനിക്കുന്നത്. പോരെ? ആയിക്കോട്ടെ, ശരി. തമ്പുരാൻ ഇതൊക്കെ ചോദിച്ച് ഇതിലേക്ക് വന്ന കാര്യം എന്താന്ന് വെച്ചാൽ, തമ്പുരാൻ ഒരു റീല് രേണുവിൻ്റെ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അതിന് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ എന്തായിരുന്നാലും ഒരു ചെറിയ പേയ്മെന്റ് വാങ്ങിക്കുമല്ലോ. ഞാൻ ഒരു റീല് ചെയ്തിട്ട് കഴിഞ്ഞാൽ എൻ്റെ ചാനലിനകത്ത് എനിക്ക് പാതാളത്തിൽ നല്ല റീച്ച് കിട്ടും, നാട്ടുകാർക്കിടയിൽ എനിക്കുള്ള മതിപ്പ് കൂടും, എനിക്ക് കുറച്ചും കൂടെ ബഹുമാനം കിട്ടും, ഞാനൊരു സെലിബ്രിറ്റി ആവും. തീർച്ചയായിട്ടും രേണുസുധിയുടെ റീല് ചെയ്താൽ തെറി കേൾക്കാനുള്ള ഞാൻ കേൾക്കുകയും ചെയ്യും. അത് തന്നെയല്ല, കമന്റ് തെറിക്കാണേലും നെഗറ്റീവിനാണെങ്കിലും പോസ്റ്റിനാണെങ്കിലും നല്ല വ്യൂ കിട്ടും. ഒരൊറ്റ മിനിറ്റ് കൊണ്ട് നല്ല വ്യൂ കിട്ടും. എനിക്കത് മതി. ഞാൻ നാട്ടിൽ അവിടെ കിടന്ന് എന്തോരം തള്ളക്കി വിളിയേക്കണം, പക്ഷെ എനിക്ക് വ്യൂ മതി. ഓക്കെ, ആയിക്കോട്ടെ. അപ്പം അതിന്റെ റേറ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞു ഞാനൊന്ന് പറഞ്ഞു. ചേട്ടാ, വെറുതെ ഒന്നും റീൽ ചെയ്യാൻ പറ്റത്തില്ല. അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റ് തന്നെയാണല്ലോ രേണുസുധി. ഒരു 50 രൂപയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും കോടീശ്വരനല്ലേ, നല്ല മാലയും വളയൊക്കെ ഉണ്ടല്ലോ, സ്വർണ്ണമൊക്കെ ഉണ്ടല്ലോ. പറഞ്ഞു മനസ്സിലാക്കും. ഇതൊക്കെ എനിക്ക് മനസ്സിലുണ്ടായിരുന്നു. ഒരു 50 രൂപ ആവും എന്നുള്ളത് എനിക്ക് അറിയാമായിരുന്നു. ആദ്യമേ ഞാൻ അത് എടുത്ത് വെച്ചിട്ടുണ്ട്. 50 രൂപയുടെ കേസല്ലേ ഉള്ളൂ നമുക്ക് കൊടുക്കാം. ഞാൻ മുറുക്കാൻ മാറ്റി വെച്ച പൈസയാണ്. 50,000. നിനക്കറിയാമല്ലോ, 10-200 വയസ്സിന് മേളിലുള്ള ഒരു മനുഷ്യനാണ് ഞാൻ നെഞ്ചി പൊത്തിയിട്ട് മലന്ന് വീണ് കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയ്ക്കും കൊച്ചുങ്ങൾക്കും വേറെ ആരുമില്ല. തമ്പുരാൻ പറഞ്ഞോണ്ടല്ലേ ഞാനിപ്പോൾ റീല് ചെയ്യാനായിട്ട് കൊണ്ടുവന്നെങ്കിലും പറഞ്ഞ ഒന്ന് കുറച്ച് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. ഒരു 10 രൂപ കൊടുക്കാല്ലേ തമ്പുരാൻ? കൊള്ളാം, നല്ല 10,000 ഉദ്ദേശിച്ചത്. ഈസി കേസ്. ഈ മോതിരം ഒരു മുത്തൂറ്റി കൊണ്ട് വയ്ക്കുന്നു, അപ്പം തരും. അതങ്ങ് പള്ളി ചെന്ന് പറഞ്ഞാൽ മതി. ഒരു കാര്യം പറയട്ടെ, ഒരു കാര്യം ഞാൻ പറയട്ടെ. ഈ 10 രൂപ ഞാൻ മേടിച്ചിട്ട് ഞാൻ മുഴുവൻ തെറി കേൾക്കണം, നിങ്ങളൊട്ട് വ്യൂവും കൂട്ടണം. നടക്കുന്ന കേസല്ലേ ചേട്ടാ? പിന്നെ ആർട്ടിസ്റ്റ്, ഞാൻ എന്റെ കാര്യം പറഞ്ഞ 10 രൂപയ്ക്ക് പറ്റത്തില്ല. സിനിമയിൽ അഭിനയിച്ചൊക്കെ നിക്കട്ടെ, ഞാൻ രേണുസുധിയുടെ കാര്യമാണ് പറഞ്ഞത്. എനിക്ക് 10 രൂപ 50-ന് മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ. 12 രൂപ. കൊള്ളാലോ. നടക്കുന്ന നമുക്ക് സിനിമയിലൊക്കെ അഭിനയിക്കുന്ന പിള്ളേരെ കൊണ്ട് അവരെ രേണുസുധിയാ ചെയ്യുന്നുണ്ട്. നിങ്ങൾ സിനിമയിൽ അഭിനയിക്കുന്ന വ്യൂസ് കാണണം. അതെന്ത് സംസാരം? ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പാതാളത്തിൽ നിന്ന് കയറി ഇവിടെ വരെ വന്നിട്ട് ഒരു റീൽ എടുക്കാന്ന് പറഞ്ഞു വന്നപ്പോഴത്തേക്ക് എന്റെ അടുത്ത് നടക്കത്തില്ല. 10 രൂപ 12 രൂപ നടക്കത്തില്ല ചേട്ടാ. മാവേലിയാണല്ലോ. ആരാണ് മോതിരം പണയം വയ്ക്കാം? 25,000 രൂപ കൊടുക്കാം. അങ്ങോട്ട് ചെല്ലുമ്പോ അവൾ അടിക്കും. ആര്? കല്യാണ മോതിരമാണോ? എന്താ ധർമ്മസങ്കടത്തിലാക്കിയല്ലോ എന്നെ. ഒരു 15,000. നടക്കത്തില്ല. 20. കുറച്ചുകൂടെ കേട്ട്. 20 അര അല്ല, കുറച്ചുകൂടി ഇച്ചിരി കൂടെ. 22 രൂപ. 2 രൂപ അല്ലേ? ഇത് നമ്മൾ മോതിരം പോണെങ്കിൽ പോട്ടെ. ഞാൻ ഭാര്യ അടുത്ത് എന്തെങ്കിലും പറഞ്ഞോളാം, പക്ഷെ എനിക്ക് റീൽ ചെയ്യണം. അപ്പൊ 25,000 രൂപ. ഓക്കെ, മഹാബലി ആയതുകൊണ്ട് 25,000 ഫിക്സ്. തമ്പുരാന്റെ ആഗ്രഹം ഞാൻ സാധിച്ചേ. ഓക്കെ, ശരി. ഞാൻ ഹാപ്പി. ഓ, താങ്ക് യു. ഞാൻ ഹാപ്പി.